അപ്പോൾ എൻ്റെ അയർലൻഡിലെ ആദ്യത്തെ ഓണം എല്ലാവരുടെയും കൂടിയുള്ളത് നമുക്ക് കാണാം. ഓ ഞാൻ ഉറങ്ങുമായിരുന്നടി നൈറ്റ്. നമ്മുടെ ചേച്ചി എല്ലാം ഉണ്ടാക്കിയ. ഞാൻ കഴിച്ചിട്ട് വിളിച്ചാ മതിയോ? ഓക്കെ. അതെ ഗൈസ്, അങ്ങനെ നമ്മൾ ഓണം ആഘോഷിച്ചു. എനിക്കിന്ന് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഞാൻ മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഓണത്തിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയായിരുന്നു. എല്ലാ കറികളും, സാമ്പാറും അവിയലും കൂട്ടുകറിയും പച്ചടി കിച്ചടി എല്ലാം റെഡിയായിരുന്നു. ഞങ്ങൾ തലേ ദിവസം ഞാനും ചേച്ചിമാരെല്ലാവരും കൂടി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ചേച്ചി, ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും മൂത്ത ചേച്ചിയായ ജയ ചേച്ചി എല്ലാം സെറ്റ് ചെയ്തൊന്നും ഉണ്ടാക്കി. അങ്ങനെയാണ് കാര്യങ്ങൾ. കേട്ടില്ലേ? എന്നോട് പറഞ്ഞാൽ അവള് വരും, ഞാൻ കേട്ടിട്ടില്ല. ഇവിടെ വന്നേ ഇല്ല. ചേച്ചി ആരെയും ബുദ്ധിമുട്ടിയാണ്ട് നൈറ്റുള്ളവരും മോർണിംഗുള്ളവരും റെസ്റ്റ് എടുത്തു. പരിപ്പ് കഴിച്ചു. ഇനി നമുക്ക് സാമ്പാർ കൂട്ടി കഴിക്കാം. അതെ, പുറത്താണെങ്കിലും നമ്മൾ അതിൻ്റെ റൂൾസ് ഒന്നും തെറ്റിക്കരുതല്ലോ. അപ്പോൾ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാണ്ട് അനുചേച്ചി പറഞ്ഞ പോലെ വീഡിയോ ഞാനെല്ലാം ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഈ പ്രാവശ്യത്തെ നമ്മുടെ ഓണവും അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ സാധിച്ചു. അങ്ങനെ ഓണം പപ്പടം പഴം അങ്ങനെ ഈ ഓണം അടിപൊളിയായി ആഘോഷിച്ചു. താങ്ക് യു.